ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഞാൻ ആക്ച്വലി ഗൈഡൻസ് മെസ്സേജ് ഇന്ന് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ നമ്മൾ മനസ്സ് കേൾക്കില്ല. അപ്പം അങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സി. ഒരുപാട് നീളില്ല. ഓക്കെ, ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചതാണ്. ജസ്റ്റ് കുറച്ച് കാർഡ്സ് എടുത്ത് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന രീതിക്ക് മാത്രം നമുക്കൊന്ന് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറുതായിട്ടെങ്കിലും ചെയ്യണം എന്നെൻ്റെ മനസ്സിൽ. ഓക്കെ, ഇന്നത്തെ എനർജി നിങ്ങളുടെ ഓക്കെ നൈറ്റ് ഓഫ് കപ്സ് ആണ്. സോറി, രണ്ടെണ്ണം വന്നു. ഏസ് ഓഫ് ഫയർ ആൻഡ് പേജ് ഓഫ് എർത്ത്. കുറച്ച് ലൈക്ക് 2 ഓഫ് കപ്സ് ആൻഡ് 5 ഓഫ് കപ്സ് ആണിത്. ഓക്കെ, എനിക്ക് സ്റ്റാൻഡിലൊന്നും വെക്കാനുള്ള ഒരു മൂഡൊന്നുമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ റൊമാൻറ്റിക് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓഫർ വരുന്ന കാര്യം പറയാം. ഓക്കെ, നിങ്ങളുടെ അതിപ്പോൾ എന്തും ആവാം കേട്ടോ, ലൈക്ക് ജോലിയുടെ ഓഫർ അങ്ങനെ. കാരണം ഇത് രണ്ടും കാണുമ്പോൾ ഒരു മെസ്സേജ് വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഒരു മെസ്സേജിൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഓഫറിൻ്റെ കാര്യമാണ്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മെസ്സേജ് വരുന്നു എന്ന രീതിക്കാണ്. നിങ്ങൾ വളരെ സന്തോഷമാവുകയും ചെയ്യും അത് കിട്ടുമ്പോൾ. അത് എന്ത് തരത്തിലും ആവാം. ഇറ്റ്സ് ലൈക്ക് റൊമാൻറ്റിക് കാര്യങ്ങളും ആവാം, അല്ലെങ്കിൽ പഠിപ്പിൻ്റെ കാര്യം, ജോലിയുടെ കാര്യം, കരിയറിനൊരു ഓഫർ ലെറ്റർ, നിങ്ങൾ അപ്ലൈ ചെയ്ത എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു അപ്രൂവൽ, ആ രീതിക്കൊക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളെ സന്തോഷമാക്കും ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ ഒരു ഹാപ്പി ആയിട്ട് ഒരു ന്യൂസ് വരുന്നതായിട്ട് പറയാം. നമുക്ക് ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. ഓക്കെ, അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമെന്ന് പറയാം. ചിലവർക്ക് ഫീലിങ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ക്രഷ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. ഓക്കെ, അവർ നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ കരിയറിൻ്റെ കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ, അല്ലെങ്കിൽ ജോലിയുടെ കരിയറിൻ്റെ എന്തെങ്കിലും ഒരു ലെറ്ററോ മെയിലോ എന്തെങ്കിലും ആപ്ലിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, എന്തെങ്കിലും ഒരു മെസ്സേജ്, പുതിയ തുടക്കങ്ങൾ, ആ രീതിക്ക് നമുക്ക് പറയാം. ഇമോഷണൽ. ഓക്കെ, ഫൈൻ. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഇമോഷണൽ കാര്യം സാറ്റിസ്ഫൈ ആവുന്നു, നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നു എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, ആൻഡ് ഏസ് ഓഫ് ഫയർ ആണ്. സോ നിങ്ങൾ ഐ തിങ്ക് ഇത് കിട്ടുമ്പോൾ, ഈ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആവും. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടി നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആവും. ഓക്കെ, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ആൻഡ് അത് ക്രിയേറ്റീവ് കാര്യങ്ങളായിരിക്കാം. ഓക്കെ, പഠിക്കാനാവാം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് തന്നെ ആയാലും ശരി, നിങ്ങളതിനെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുണ്ട്. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് റെഡി ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് നല്ല കാര്യം. സോ ആക്ഷൻ ഉണ്ട് ഇവിടെ. സോ ഇതൊരു നിങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നു എന്നാണ്. ഏസ് ഓഫ് വാണ്ട്സ് നമ്മുടെ പുതിയ തുടക്കം എന്ന രീതിക്കാണ്. ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ തുടങ്ങും എന്ന് പറയാം. എനിക്ക് ഒരു പുതിയ ഗ്രോത്തിന് വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്സ്, അതായത് വളരെ ഗ്രോത്ത് ഉണ്ടാവും ഈ കാര്യത്തിൽ എന്ന് പറയാം. ആൻഡ് ഏസ് ഓഫ് ഇതെന്താ 2 ഓഫ് കപ്സ്. 2 ഓഫ് കപ്സ് പറയുമ്പോൾ സോൾമേറ്റ് കാർഡാണ് ചിലവർക്ക്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലും ചിലപ്പോൾ വരും. ഓക്കെ, പേഴ്സണലായിട്ട് ചിലവർക്ക് റീയൂണിയൻ പറയാം. ഓക്കെ, ചിലവർക്ക് കമ്മിറ്റ്മെൻറ്റ് വരുന്നു, റീകൺസിലേഷൻ, റീയൂണിയൻ. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നോ കോൺടാക്റ്റോ എന്തെങ്കിലും മെസ്സേജ് വരാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. ആക്ച്വലി ഇത് റൊമാൻറ്റിക്കിൻ്റെ കാര്യം കുറച്ച് കൂടുതൽ കാണുന്നുണ്ട്. അല്ലാത്തവർക്ക് നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് എൻ്റർ ചെയ്യുന്നു എന്ന് പറയാം. ചിലവർക്ക് മാരേജ് കാര്യങ്ങളായിരിക്കും. ചിലവർക്ക് ഈവൻ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്നും എടുക്കാം കേട്ടോ ഈ കാർഡിന്. ഓക്കെ, ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ആൻഡ് 5 ഓഫ് കപ്സ് ഉണ്ട്. ചില നഷ്ടങ്ങളുടെ ഒരു ഓർമ്മ. നിങ്ങൾ ഈ എന്ത് നല്ലത് വരുമ്പോഴും അനാവശ്യമായിട്ട് നമ്മുടെ മനസ്സിൽ നഷ്ടങ്ങളുടെ കാര്യം കയറി വരണമല്ലോ. ഓക്കെ, അതങ്ങനെയുണ്ട്. ബട്ട് അതിലിരിക്കാതിരിക്കാം. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നാണ്. അതിൻ്റെ മേ ബി ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ചിലത് നല്ലതെന്ന് വരുമ്പോൾ അതിൻ്റെ ഒപ്പം ചില ചെറിയ നഷ്ടങ്ങളും നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, ബട്ട് അതിൻ്റെ ഒരുപാട് ഡീപ്പ് റിഗ്രറ്റിൽ പോകാതിരിക്കാം. ഓക്കെ, കാരണം യൂണിവേഴ്സ് നമുക്ക് എന്തെങ്കിലും ബ്ലെസ്സിങ് തരുന്നുണ്ട്. ഓക്കെ, ബ്ലെസ്സിങ് തരുന്നതിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ പഴയതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് നമ്മൾ വിഷമിക്കാൻ പാടില്ല. ഓക്കെ, എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ പാടില്ല. ഓക്കെ, ഒരു കാർഡ് കൂടി ഇവിടെ ഫൈനൽ നോക്കട്ടെ. ഓക്കെ, റിലീസ്. അതെ, തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും നഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും പാസ്റ്റിലെ നിങ്ങളുടെ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പോയി എന്ന് വെക്കാം. ഓക്കെ, പോയി എന്ന് പറയാം. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ട് കളയുക, ഫർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. കാരണം അതൊരു നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരികയാണ്. ഓക്കെ, ഇതൊരു എന്തെങ്കിലും എൻഡിങ് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ ലൈഫിലും നല്ലത് വേറെ വരുന്നതിന് വേണ്ടിയുള്ള സ്പേസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു കാര്യമാണ്, ഫ്രീഡമാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് പക്ഷേ നിങ്ങൾ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ നല്ലത് വരുന്നത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അത് വരില്ല, അത് വേറെ കാര്യം. ഓക്കെ, തടസ്സപ്പെട്ടു പോകും. അപ്പോൾ ഈ റിഗ്രറ്റിലിരിക്കാതിരിക്കാം. യൂണിവേഴ്സ് എപ്പോഴും അങ്ങനെയാണ്. എന്തെങ്കിലും നമുക്ക് പുതിയത് തരുമ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് ചിലത് പോവും ചെയ്യും. ഞാനിത് നാളത്തെ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് ചിലത് പോവും. പക്ഷെ അത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വേറെ നല്ലത് തരാൻ വേണ്ടി. ചിലപ്പോൾ ചില വ്യക്തികൾ വിട്ടുപോയി, പക്ഷെ വേറെ നിങ്ങൾക്ക് പറ്റിയ ഒരു പേഴ്സൺ, സോൾമേറ്റ് പേഴ്സൺ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയാം. റിലേഷൻഷിപ്പ് ആണെങ്കിൽ. അല്ല
പഠിപ്പ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും ശരി, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒന്ന് കയ്യിൽ നിന്ന് വിട്ട് കളയേണ്ടി വരും. അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യരുത്. ഓക്കെ, കാരണം ആ എൻഡിങ് ആവശ്യമാണ് ഇവിടെ. എന്നാൽ മാത്രമേ പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ റിലീസ് ചെയ്ത് കളയാം. അത് കർമ്മ റിലീസിങ് ആണെന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, നമ്മൾ അതായത് നല്ല പുതിയ കർമ്മ, നമുക്ക് പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി ചിലത് എൻഡായി പോകുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, റിലീസ് ചെയ്ത് കളയുക. മൈൻഡിൽ ലെറ്റ് ഗോ ചെയ്യായി, സ്ട്രെസ് വെച്ചിരിക്കാതിരിക്കുക. ഓക്കെ, ഫോർഗീവ് ചെയ്യാൻ വല്ല പേഴ്സണിനെ ഫോർഗീവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫോർഗീവ് ചെയ്ത് വിടുക. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലെറ്റ് ഗോ ചെയ്യാം. ആൻഡ് പുതിയ വരുന്ന ബ്ലെസ്സിങ്സ് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവാം. ഓക്കെ, വരുന്നുണ്ടത്. അപ്പോൾ പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ പക്ഷെ ആദ്യം നമുക്ക് ചില നഷ്ടങ്ങളും വരും. അപ്പോൾ ആ നഷ്ടം വരുന്ന ഒന്ന് നമ്മൾ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, സോ ഐ തിങ്ക് ഇന്നത്തെ ഗൈഡൻസ് ഇത്ര മതി അല്ലേ? ഓക്കെ, എന്തായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണ് തരുന്നത്, അത് മനസ്സിലാക്കാം. ഓക്കെ, ആ ബ്ലെസ്സിങ് മനസ്സിലാക്കാം. നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയം വരുന്നുണ്ട്. അതിന് പക്ഷേ ചിലത് നമ്മൾ റിലീസ് ചെയ്ത് കളയേണ്ടി വരും. ഓക്കെ, സോ പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി റെഡി ആവൂ, ഹാപ്പി ആവും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.